ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഇന്ന് 8 നോമ്പിൻ്റെ 2ാമത്തെ ദിനം. നമ്മൾ ഇന്നലെ എടുത്ത തീരുമാനങ്ങളൊക്കെ നന്മയിൽ പൂർത്തീകരിക്കുവാൻ ആത്മാവായ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ ദിനങ്ങളൊക്കെ നന്മയുടെ ദിനങ്ങളാക്കണം. പരിശുദ്ധ അമ്മയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടായപ്പോൾ അമ്മ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലും ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ, നമ്മുടെ ബലഹീനതകളെയും പാപസാഹചര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയോട് ശരണപ്പെടുവാൻ നമ്മളെ ഓരോരുത്തരെയും ഉപകരണമാക്കണമേ, അനുഗ്രഹിക്കണമേ എന്നൊരു പ്രാർത്ഥന എന്നും ഉണ്ടാവണം. പരിശുദ്ധ അമ്മ പാപികളുടെ സങ്കേതമാണ്. പാപികൾക്കും ബലഹീനർക്കും വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മുടെ പാപസാഹചര്യങ്ങളെ ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധ്യമാവണം. അമ്മയുടെ സന്നിധിയോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളൊക്കെ അനുദിന ജീവിതത്തിൽ ഒരുപാട് ബലഹീനതയിലേക്കും പാപങ്ങളിലേക്കുമൊക്കെ വീണു പോകുമ്പോൾ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കുവാനായിട്ട് ഞങ്ങളുടെ കൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവണമേ. ഇന്ന് ഈ ആധുനിക യുഗത്തിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും പാപബോധത്തെക്കുറിച്ചുമൊക്കെ അറിവില്ലാതെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ പോലും പാപമല്ല എന്ന രീതിയിൽ ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് നാമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ പാപബലഹീനതകളെ സമർപ്പിച്ചുകൊണ്ട് പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിലായിരിക്കുവാനായിട്ടും അമ്മ നൽകുന്ന വലിയ ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഒരു കൃപയുടെ കാരണവുമാവട്ടെ. 8 നോമ്പിൻ്റെ ദിനങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരുടെ മാധ്യസ്ഥം വഹിക്കണമേ. കാനായിലെ വീട് പോലെ ഞങ്ങളുടെ വീടും അനുഗ്രഹമാകുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരോട് പ്രാർത്ഥിക്കണമേ എന്നൊരു യാചന നമുക്കെന്നും ഉണ്ടാവട്ടെ. സ്നേഹമുള്ളവരെ, ഈ ദിനങ്ങളുടെ എല്ലാ നന്മയും നമുക്ക് പരസ്പരം ആശംസിക്കാം. പ്രാർത്ഥനയോടുകൂടെ, ജപമാല പ്രാർത്ഥനയിലൂടെ നല്ല ഈശോയുടെ ചൈതന്യം അനുഭവിക്കുവാനും പരിശുദ്ധ അമ്മ വഴി ദൈവത്തിങ്കിലേക്ക് യാത്ര ചെയ്യുന്നവരാകുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.